നേപ്പാളിൽ ടിബറ്റ് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 95 കടന്നതായി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്തോറും മരണസംഖ്യ വേഗത്തിൽ ഉയരുകയാണ്. 2026 ഓഗസ്റ്റ് ബുധനാഴ്ച രാവിലെ ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണ് ഹോട്ടെകോഷി നദിയിൽ അതിശക്തമായ മിന്നൽ പ്രളയത്തിന് കാരണമായത്. നിലവിൽ 95 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും ചിത്വാൻ, ദാഡിങ്, നുവാങ്കോട്ട്, റസുവ എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ്. പ്രളയത്തിൽപ്പെട്ട 93 പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 30 പേർ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്റ്റലിൽ ചികിത്സയിലാണ്. 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 400ഓളം വിനോദസഞ്ചാരികളും നിരവധി നേപ്പാൾ സൈനിക പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാതായിട്ടുണ്ട്. പ്രധാന പാലങ്ങൾ, റോഡുകൾ, ഗ്രാമങ്ങൾ, നൂറുകണക്കിന് ട്രക്കുകൾ എന്നിവ ഒലിച്ചുപോയി. നിരവധി ജലവൈദ്യുത പദ്ധതികൾ തകരുകയും രാജ്യത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാൾ സൈന്യവും സശസ്ത്ര സീമാ ബലും സംയുക്തമായി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തീവ്രമായ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പ്രളയത്തെ തുടർന്ന് ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നദികളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ അതിർത്തി പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.